ഇല്ല, ചുമതല ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ ബി ജെ പിയിൽ ഇപ്പോഴും ഞാൻ പാർട്ടിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ആ സമയത്ത് കുറച്ചുകൂടെ ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളതാണ്. അവന്തിക ബി ജെ പിയിലാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ. അതെ അതെ അതെ. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഈ ഫോൺ സംഭാഷണം നടത്തുമ്പോൾ അവന്തിക ബി ജെ പിയിൽ തന്നെയായിരുന്നു. അതെ, ഞാൻ ഇപ്പോഴും ബി ജെ പിയിലാണ്. അപ്പോഴും ബി ജെ പിയോടുള്ള അനുഭാവം തന്നെയാണ് അപ്പോഴും ഇപ്പോഴും. താങ്കളെ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ യൂത്ത് കോൺഗ്രസ് ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന അവന്തികയെ കണ്ടില്ലേ? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് ചെയ്തോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിലും വന്നിരുന്നു. എന്നാൽ പിന്നീട് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടാനായിട്ട് ഈ ട്രാൻസ് വുമണിൻ്റെ ഒരു പത്രസമ്മേളനം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. വൺ ടൈമിൽ മെസ്സേജ് അയക്കുമായിരുന്നു, പിന്നീട് എന്നെ പലയിടങ്ങളിലും കൊണ്ടുപോയി റേപ്പ് ചെയ്യാനായിരുന്നു രാഹുലിൻ്റെ ശ്രമം എന്നുള്ളത്. ഇതിനും മാത്രം ദാരിദ്ര്യം പിടിച്ചവനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് ഞങ്ങളെല്ലാവരും ചിന്തിച്ചു പോവുകയാണ്. ബഹുമാനീയനായ ഡോക്ടർ അരുൺകുമാറെ ലേശം ഉളുപ്പ് വേണം.